ഇന്ന് ചെറിയൊരു കാറ്ററിംഗ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഞാനാണ് മുത്തശ്ശീനെ ഹെൽപ്പ് ചെയ്യാൻ മുന്നിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. സാമ്പാറും അതുപോലെ തന്നെ രസം, അതുപോലെ തന്നെ ഇഞ്ചിത്തൈര് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര അയ്യോ, ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് കാറ്ററിങ്ങിലൊക്കെ കൊടുക്കണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് മുത്തശ്ശിയുടെ കൂടെ നിന്നുകൊണ്ടാണ് കേട്ടോ. അമ്മയാണ് ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ചെറുപ്പം തൊട്ടേ അതെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാമ്പാറൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു 10-50 പേർക്കൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് സുഖമായിട്ട് പറ്റും കേട്ടോ. അതും അവരുണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ തക്കാളി, വെണ്ടയ്ക്ക, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആദ്യം അതൊരു ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിക്കുകയാണ്. അയ്യോ, നല്ല വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒറ്റ കൈയോടെ ഇങ്ങോട്ട് പിടിക്കുമ്പോഴേ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിയുടെ സ്പെഷ്യൽ സാമ്പാർ പൊടിയുടെ അരപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കൂടാനുള്ള കാരണം. കുറേ സാമ്പാർ പൊടിയുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി ആദ്യം എടുക്കാട്ടോ. സാമ്പാർ ഇത് അവിടെ തകൃതിയായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഞ്ഞപ്പൊടിയും മറ്റത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സംഭവത്തിലേക്ക് മാത്രമായിട്ടുള്ളൂ കേട്ടോ. അരപ്പ് ചേർക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറയണം ഇങ്ങോട്ട് കൊഞ്ചു ഞാൻ ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കട്ടെ, ഇങ്ങോട്ട് കൊഞ്ചു പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതെന്താ കറിവേപ്പില, അവിടെ തന്നെ ഉണ്ടായ കറിവേപ്പില കേട്ടോ. ഞാനിട്ട് ഡ്രസ്സിൻ്റെ ലിങ്ക് റൈറ്റ് സൈഡിൽ കൊടുക്കാം.